ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു ക്രോണിക് സ്ട്രെസ്സിലൂടെ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടോട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ചീന്തിയെടുത്ത പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മായിയമ്മയും നിങ്ങൾ നമ്മളൊരു കോൺഫ്ലിക്റ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ അകാരണമായിട്ടൊരു പേടി വരിക, അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ എപ്പോഴും സങ്കടം തോന്നുക, എപ്പോഴും ടെൻഷനാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ. എനിക്കിത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതിൻ്റെ കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുനാൾ മുതൽക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് വാസ് നോട്ട് ദാറ്റ് റിയലി ഗുഡ്. അത്രമാത്രം എന്നല്ല, എനിക്ക് കുഞ്ഞുനാളിൽ എന്നെ ഇങ്ങനെ പേടിച്ച് അരണ്ട് നില വിളിക്കേണ്ടുന്ന സിറ്റുവേഷൻസ് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് എനിക്ക് ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു. ഞാൻ ഇൻസെക്യൂർഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്, എമോഷണലി ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ പുറത്തൊരു എന്താ പറയുക, നമ്മളൊരു പാറ വയ്ക്കുക പറയില്ല, അങ്ങനെ ഒരു പാറ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചുറ്റോടും. ആൻഡ് ഞാൻ ഭയങ്കര റിജിഡാണ്, ഭയങ്കര ബോൾഡാണ്. എന്ത് വന്നാലും മല പോലെ മമ്മദ് നിൽക്കുമെന്ന് പറഞ്ഞു, അതേപോലെ മല പോലെ മമ്മദ് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എന്നെ അപ്രോച്ച് ചെയ്യാൻ പേടിയായിരുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് മുടക്കൊന്നും വരില്ല, അതായത് നമ്മളത്ര കുറച്ച് കച്ചറയുള്ള രീതിക്ക് മുടക്കൊന്നും വരില്ല. അങ്ങനെയൊരു എൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസും ഞാൻ ഭയങ്കര ബോൾഡാണെന്നുള്ളൊരു ലേബലിൽ ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ കാലങ്ങൾ കഴിയും തോറും എനിക്കുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിൾ ആയിക്കോട്ടെ, എനിക്ക് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും മൊത്തം കുടുംബക്കാരും കൂട്ടുകാരും ഫ്രണ്ട്സുമാണ്. പുറത്തേക്ക് ഇറങ്ങി നാട്ടിൽ മൊത്തം. പക്ഷേ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇങ്ങനെ ലിറ്ററലി എനിക്കിങ്ങനെ വിരലിൽ എണ്ണി എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ, അല്ലെങ്കിൽ എൻ്റെ സീക്രറ്റ്സ് ഒക്കെ ഞാൻ പറയുന്ന ആൾക്കാരെന്ന് പറയില്ല, വളരെ കുറവാട്ടോ. പക്ഷേ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഞാൻ അങ്ങനെ ഒരു ഇഷ്ടം അങ്ങോട്ട് കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരായിട്ടുള്ളൊരു പിണക്കം എന്നെ വല്ലാണ്ട് ബാധിക്കും. അവരെൻ്റെ ലൈഫിൽ നിന്ന് പോയാൽ ബാധിക്കും, മരണം ബാധിക്കും. ഇതൊക്കെ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരും, എനിക്ക് ഭയങ്കര ഹെവി സ്ട്രെസ്സ് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ, മുന്നേ മുതൽക്കേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനതൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത് മെല്ലെ മെല്ലെ വരും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഓവർകം ചെയ്തിട്ട് വരുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 6 മന്തിൻ്റെ കാര്യം ഞങ്ങളുടെ അടുത്ത് പറയില്ല, എൻ്റെ തെറപ്പി എടുത്തതും ചൈൽഡ്ഹുഡ് അബ്യൂസും ബാക്കിയുള്ള കഥകളും ഒക്കെ ഞാൻ കാണലും എൻ്റെ വയ്യായികകൾ ട്രിഗർ ആവലും ഒക്കെ വന്നപ്പോഴേക്കും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ആ സമയത്ത് ഇലക്ഷന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് എല്ലാ വീട്ടിലും പോയിട്ട് ചിരിച്ചിട്ട് പറയണം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ കേട്ടോ, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ. ഞാനത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി. അങ്ങനെയല്ല, പക്ഷെ എന്നാലും നമ്മളതൊരു വാഗ്ദാനം പോലെ പറയണം എല്ലാ വീട്ടിലും പോയിട്ട്. അവർ നമുക്ക് വോട്ട് ചെയ്യൂല എന്ന് നമുക്ക് ഉറപ്പുള്ള വീട്ടിലാണെങ്കിലും കൂടെ നമ്മൾ പോയിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളേ അങ്ങനെ നമ്മൾ പറയണം. ആൻഡ് നടക്കണം, ഒരുപാട് ദൂരം നമ്മൾ നടക്കണം. പിന്നെ നമ്മൾ ചിരിച്ചുകൊണ്ട് പോസ് ചെയ്യണം. അതായത് ഞാനൊരു 5 മിനിറ്റ് മുന്നേ കരഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കൂടെ കൂട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഞാനിങ്ങനെ എൻ്റെ ജോലി ചെയ്യണം. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കും. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഏറെക്കുറെ ഒരു ആങ്സൈറ്റി ഒക്കെ കൂടി വല്ലാത്തൊരവസ്ഥയിലിരിക്കാം. അപ്പോഴേക്കും ക്ലാസ് കൊടുക്കാണ്ടാവുക. ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, പഠിച്ചിട്ട് ഞാൻ ഈ ക്ലാസ് കൊടുക്കണ്ടേ, എന്ത് ക്ലാസ് കൊടുക്കും, ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? സാധാരണ ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ ഭയങ്കര വലിയ ഫീഡ്ബാക്കൊക്കെ കിട്ടുക. ചിലപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ക്ലാസ് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നാൽ പോലും എനിക്ക് നല്ല ഫീഡ്ബാക്ക് ഇതുവരെയും കിട്ടിയിട്ടുണ്ട്. അത് എനിക്കൊരു അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഈ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിള്ളേർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമല്ലേ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ, അത് കേൾക്കുന്നത് വരെ എനിക്കിങ്ങനെ ആദ്യം കയറിക്കൊണ്ടിരിക്കും. ഒരാളല്ലേ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളൽ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഇരുട്ടിലായിരിക്കാം ഞാൻ കിടക്കുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ കണ്ണിൻ്റെ മേലെയില്ലേ ഒരു വെളിച്ചം ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്ക്രീന് പോലെ. ആ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രാവിലെ നടന്ന് വൈകുന്നേരം വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ഈ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കണ്ണടച്ചിട്ട് ഞാൻ കാണാൻ പറയില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. ഉറങ്ങാനേ പറ്റൂല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി എഴുന്നേക്കും. എൻ്റെ ശ്വാസമൊക്കെ പോയി
അങ്ങനെ ഞാൻ ഒന്ന് എൻ്റെ മേലേക്ക് എന്തെങ്കിലും വീഴുന്ന പോലെ എനിക്ക് തോന്നും, അതല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേലും വീഴുന്ന പോലെ തോന്നും. ഞാൻ അവിടെ നിന്ന് ഞെട്ടി എഴുന്നേക്കും, മൊത്തത്തിൽ പേടിക്കും. ഇതൊരു തുടർ കഥ. ഉറക്കം ശരിയല്ല, ഭക്ഷണം ശരിയല്ല, സ്ട്രെസ്സ്, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ജോലികൾ. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇങ്ങനെ കയറി വരും. പിന്നെ എൻ്റെ കുട്ടികൾ ചെറുതാണ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് അതങ്ങനെ ചെവിയിൽ ഇങ്ങനെ മ്യൂസിക് മറ്റേ DTH എഫക്റ്റിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. റിപ്പീറ്റ് അടിച്ചിട്ട് നമുക്കിങ്ങനെ തീരെ പറ്റാത്ത കണ്ടീഷൻസൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിലിട്ട്. ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പിള്ളേർ തമ്മിൽ തല്ലുവിടുമ്പം ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് നൈസായിട്ട് പോയിട്ട് അങ്ങനെ ചെയ്യല്ല ഇങ്ങനെ ചെയ്യില്ല, ആരുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റെന്നൊക്കെ ചോദിച്ചാൽ രസമായിട്ട് ഡീൽ ചെയ്യുന്ന സാധനമൊക്കെ എനിക്കിങ്ങനെ വലിയ പ്രഷർ കൊണ്ട് തരുന്ന ഒരവസ്ഥ. ഓക്കെ, ഇതൊന്നും ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ എന്താ പറയുക, നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് അവയർനെസ് ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം ഈസി ആയിട്ട് ഇങ്ങനെ ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിലോട്ടൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി നമ്മളൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ ഞാൻ നല്ലോണം പൊട്ടിപ്പൊളിഞ്ഞ് എനിക്ക് ആത്മഹത്യാ ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതൊക്കെ സഹിക്കുന്നതിനേക്കാളും വൈ ഷുഡ് ഐ ലീവ്, പോയി ചത്തൂടെ. അന്ന് നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ പടച്ചോൻ്റെ പറഞ്ഞ് കരയുക, എന്നെ അങ്ങോട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞ് കരയുക, പരാതി. എവിടെ പോയാലും കരച്ചിലുള്ളൂ. കെട്ടിൻ്റെ അടുത്ത് പരാതി പറച്ചിലാണ്, ഉമ്മയുടെ പരാതി പറച്ചിലാണ്, കൂടെയുള്ള ആൾക്കാരടുത്ത് പരാതി പറച്ചിലാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ മനസ്സിനെ ഒന്ന് ശരിയാക്കുക എന്ന് പറയുന്നൊരവസ്ഥ. എന്നിട്ട് ഞാൻ തെറപ്പി എടുക്കാനായിട്ട് തുടങ്ങിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ്. ഓക്കെ, ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ഇടയ്ക്കൊന്ന് കറണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രെസ്സ് കൂടി ഞാനൊരു രോഗിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കിനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓൾമോസ്റ്റ് എനിക്ക് വൈറ്റമിൻ B12 ഇല്ല, വൈറ്റമിൻ D ഇല്ല, ബോഡി ഏറെക്കുറെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പണിയെടുക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. കഴിക്കുന്ന ഫുഡൊന്നും തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാത്തൊരവസ്ഥ. വേണ്ട പോലെ നമുക്ക് വൈറ്റമിൻസോ മിനറൽസോ കാൽഷ്യോ അയണോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ സ്ട്രെസ്സ് കൂടി രോഗിയായപ്പോൾ കൂടുതൽ സ്ട്രെസ്സ് വരാൻ തുടങ്ങി. ആ ഒരു കണ്ടീഷനായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തതെന്നാണ് ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കാര്യം റിയലൈസേഷൻ ആയിരുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എൻ്റെ ഫിനാൻസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, സാമ്പത്തികം അല്ലാണ്ട് പൊട്ടി, ആരോഗ്യം പോയി, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും. റിലേഷൻഷിപ്സിലാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ മീൻസ് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, മാഷാഅല്ലാ. പക്ഷെ ഞാനൊരാൾക്ക് സ്വയം സമാധാനം കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ ഓൾക്കും കൂടെ ഈ വീട്ടിൽ നന്നായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ആൾക്കാരാണ്. മാഷാഅല്ലാ, ഇതുവരെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മിലു ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആ ചെയർ വേറെ ആൾക്കും കിട്ടില്ല. അത് മിലുവിൻ്റെയാണ്, ഐ മീൻ പൂച്ചക്കുട്ടിയുടെയാണ്. അവളവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവൾ എടുത്തു. ഇനി മക്കൾ പോലും അവളെ ആ ചെയറിൽ നിന്ന് ഇറക്കി വിടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അത്രയും സ്പേസ് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ടേക്ക് കെയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് മാഷാഅല്ലാ. അപ്പം ഇവിടെ ഞാൻ എൻ്റെ ഒരു റൂമിനകത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ സ്വസ്ഥ ജീവിതത്തിന് എത്രമാത്രം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും നോക്കിക്കാലോ. ഒരാളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വയ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. കുറേ അപ്പോയി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് തെറപ്പി എടുത്ത് അതൊക്കെ ഒരു വഴി കൂടെ പോയി. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ജേർണൽ ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്യുക. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. എന്താണ് നിങ്ങളെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എനിക്ക് സമാധാനമായിട്ട് ഉള്ളൊരു അന്തരീക്ഷം വേണം. അതായത് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ഇത്തിരി സമയമെങ്കിലും എന്നെ കണ്ട് വിഷമിക്കുന്ന ആളുകളുടെ കൂടെ അല്ലാതെ എന്നെ കണ്ടിട്ട് ആരും വിഷമിക്കാത്ത, എന്നെ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് ഇത്തിരി നേരം ഇരുന്നൊക്കെ സമാധാനം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വഴി നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നോക്കിയിട്ട് അവിടെ പോയിരിക്കും. ഇപ്പോൾ ജില്ലാശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ തെക്കേമലമ്പുഴ പോകും, എവിടെയെങ്കിലും പോയിട്ട്. അത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും വയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഊരുതണ്ടൽ മതിയായിട്ടില്ല അല്ലേ എന്നുള്ളത്. ആക്ച്വലി എൻ്റെ ഫിസിക്കൽ കണ്ടീഷനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ മെൻ്റൽ കണ്ടീഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമാധാനം എന്ന് പറഞ്ഞ സാധനം എവിടെയെങ്കിലും വിൽക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി വിറ്റിട്ടാണെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന്. അപ്പോൾ ഞാൻ നേരെ എന്താ പറയുക തെക്കേമലമ്പുഴ പോയിട്ട് കുറച്ച് നേരം
പോയിരിക്കും. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവും. വെള്ളത്തിൻ്റെ ചോട്ടിൽ അടുത്തൊക്കെ പോയിരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അടിവയറ്റിൽ നിന്ന് ഒരു സുഖം വരാറുണ്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയിരിക്കും. പിന്നെ അമ്പലങ്ങളുടെ സൈഡിൽ പോയിരിക്കും. ഇപ്പോൾ നമ്മുടെ കൈമൂന്നത്ത് കാവ് അമ്പലം, കാവിൻ്റെ അമ്പലം, നമ്മുടെ അഗരൂർ ഭഗവതി ക്ഷേത്രം, അതിൻ്റെ സൈഡിൽ അവിടെ അങ്ങനെ പോയിരിക്കും. ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അതേപോലെ ആലിൻ്റെ മരം, അതിൻ്റെയൊക്കെ ചോട്ടിലിരിക്കുമ്പം ഭയങ്കര ഒരു ഫീലാണ്. ഓക്കെ, അതല്ലാഞ്ഞിട്ട് ഇങ്ങനെ പള്ളികളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ പോയിരിക്കും. പിന്നെ നിസ്കരിക്കുന്ന ടൈമാണെങ്കിലും കുറച്ചും കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ട് അള്ളാൻ്റെ അടുത്തേക്ക് നിസ്കരിച്ചാലില്ലെങ്കിലും പഠിച്ചോണ്ടത്തെ എല്ലാ സമയത്തും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ മെയിൻലി എന്താ വെച്ചാൽ ഞാനിതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പ്രിറ്റൻഡ് ചെയ്യണം ഞാൻ ഓക്കെയാണ്, ഞാൻ ഭയങ്കര ബോൾഡാണ്, ഞാൻ അടിപൊളിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, അത് പ്രിറ്റൻഡ് ചെയ്യണം. അപ്പം ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ബോൾഡായിട്ട് തന്നെ പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും, മീറ്റിങ്സിന് പോവും. അപ്പോൾ എല്ലാവരും എൻ്റെ പറയും അന്ന് അടിപൊളിയാണല്ലോ, ഇന്ന് നല്ല ഉഷാറുണ്ടല്ലോ, നല്ല ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉൾപ്പുളകം കൊള്ളും. തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാനിങ്ങനെ തളർന്നിട്ടാണ് വരിക, ഒട്ടും പറ്റാത്ത കണ്ടീഷനിൽ വന്നിട്ടാണ് കിടക്കുക. എന്നിട്ട് ചില ദിവസങ്ങളിൽ എനിക്ക് ഇതിന് പോലും വയ്ക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വേണ്ടിയിട്ട് ജസ്റ്റ് കുളിച്ചിട്ട് അതേപോലെ പോകും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തേ എനിക്ക് വയ്യേ, ഇതേ വയ്യൊക്കെ തലേ ദിവസം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ എന്തേ എനിക്ക് വയ്യേ, അങ്ങനെ പോയിട്ട് എല്ലാവരും ചോദിക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ വയ്യ എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ സ്ട്രെസ്സാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും മേക്കപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആക്ച്വലി എനിക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യാന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് കാര്യം. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കിട്ടിയൊരു ബ്ലെസ്സിങ് എന്താ വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം എൻ്റെ കെട്ടിയവനാണ്. ഇപ്പം ഞാൻ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എനിക്കിതിനകത്ത് എന്നിട്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ഫീൽ ചെയ്താൽ ഞാൻ പക്ഷെ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും പ്ലീസ്, അപ്പോൾ ഇപ്പം തന്നെ പോകണോ, ചിലപ്പോൾ അവൻ അപ്പം പുറത്തുനിന്ന് ഉള്ളിലോട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അവനടുത്ത് പറയണം എന്നെ ഒന്ന് പുറത്തുകൊണ്ടോ, എനിക്കൊന്ന് വാങ്ങിച്ചു തരണം, എന്നൊന്ന് പുറത്തുണ്ടായാൽ മതി. അങ്ങനെ പറയുമ്പോഴേക്കും ഇപ്പം തന്നെ പോകണോ, നാളെ പോയാൽ മതിയോ, ചിലപ്പോൾ ഞാൻ നാളെ പോയാൽ മതി, ചിലപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് ഇപ്പം തന്നെ പോകണം. അപ്പോൾ പറയാമെന്നാ ശരി മാറ്റിക്കോ, ഏത് സമയത്ത് വേണമെങ്കിലും ഓൻ എന്നെ പുറത്തുകൊണ്ടോ, പകലാണെങ്കിൽ ആരും കൊണ്ടേണ്ട കാര്യമില്ല കേട്ടോ, ഞാൻ തന്നെ എടുത്തിട്ട് പോകും. അപ്പോൾ അതൊരു വലിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ഡയഗ്നോസും ട്രീറ്റ്മെൻറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ രോഗിയാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങൾക്ക് സ്ട്രെസ്സ് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മര്യാദയ്ക്ക് നോക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും. പിന്നെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നെഗറ്റീവ് പീപ്പിൾ. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് ടോർച്ചർ തരണമെന്നുണ്ടെങ്കിൽ അയാളുമായിട്ടുള്ള ടൈം നിങ്ങൾ കുറച്ചിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതല്ല നിങ്ങളുടെ അമ്മയമ്മ അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിൽ നിങ്ങൾ തല്ലുകൂടുന്നത് കുറച്ചിട്ട് സമാധാനം കിട്ടുന്ന ആൾക്കാർ. ഇപ്പം എനിക്ക് ഭയങ്കര പ്രഷർ വന്നപ്പോൾ ഞാൻ എൻ്റെ മൂത്ത താത്താർത്തിക്ക് പോയി. ആക്ച്വലി ഞാൻ അങ്ങനെ എവിടേക്കും പോവാതിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കല്യാണങ്ങൾക്കോ ഒരു ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടോ ആരെയും വിളിച്ച് സംസാരിക്കുക ഒന്നും ചെയ്യാണ്ട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം എൻ്റെ താത്താടെ വീട്ടിൽ പോയി. അവൾ പറഞ്ഞാൽ ഭയങ്കര കോമഡിയും എന്താ പറയുക തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനും നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ അവളെ കൂടെ കുറച്ച് നേരം പോയിരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് നടന്ന് വന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നി. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ബോഡി നന്നായിട്ട് മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ട്രാവൽ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ നേച്ചറായിട്ട് എക്സ്പോസ് ചെയ്യുക. അങ്ങനെ കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവളെപ്പോഴും കറക്കാണെന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവളെപ്പോഴും എന്താ പറയുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞോട്ടെ, ഡോണ്ട് മൈൻഡ്. നിങ്ങൾ ജീവനോട് ഇരിക്കാൻ അത് നെസസറി ആയിട്ട് തോന്നുകയാണെങ്കിൽ നേച്ചറായിട്ട് എക്സ്പോസ് ചെയ്യുക, വെള്ളത്തിൽ കളിക്കുക, മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുക, മരത്തിന് വേണമെങ്കിൽ പോയി കെട്ടിപ്പിടിക്കാം. അതേപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾ തന്നെ സീക്ക് ചെയ്യുക. അത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാനൊരു 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുന്നുണ്ട്. എൻ്റെ വേദനകൾ മാറിയിട്ടില്ല കേട്ടോ, കുറഞ്ഞു വരുന്നുണ്ട്, അൽഹംദുലില്ലാ കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടൊക്കെ കുറേ ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5-2 മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ ആരോടും ദേഷ്യപ്പെടാറില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വലിയൊരു സപ്പോർട്ട് എന്താ വെച്ചാൽ എല്ലാം അറിയുന്ന എൻ്റെ ഫാമിലിയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു സ്ട്രെസ്സിലൂടെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫും കണ്ടിട്ടൊന്ന് ആലോചിക്കുക, എന്ത് ചെയ്താൽ മാറാൻ പറ്റും, എന്ത് ചെയ്താൽ ഈ സാധനം നിങ്ങൾ ഇപ്പം തന്നെ അഡ്രസ്സ് ചെയ്തോ അല്ലെങ്കിൽ ഉറപ്പിച്ച് വെച്ചാൽ നിങ്ങൾ രോഗിയാവും. PMOS വരും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരും, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നം വരും. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് തന്നെ എക്സാക്റ്റ് വേർഡ് അതാണോന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് തന്നെ പണിയെടുക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് നിങ്ങൾ എത്തും. അപ്പോൾ അത് എത്താതിരിക്കാൻ വേണ്ടി ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.
സ്നേഹം കൊണ്ട് പറയണം മക്കളെ, സ്ട്രെസ്സിന് വില്ലനായിട്ട് കാണും. അതൊരു വലിയ വില്ലനാണ്. ഓക്കെ, ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, എൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.